നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താണ് അവിടെ ഒരു ശബ്ദം? ഇനി കാട്ടാനയോ മറ്റാണോ? സാധ്യത കാണുന്നു. ഞാൻ പോയി നോക്കാം സാറേ. ചെല്ല്. ആരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ചലിച്ചു പോകരുത്. ചലിച്ചാൽ ആ നിമിഷം ഇവന്റെ തല പന്നിപ്പടക്കം വച്ചതുപോലെ തകരും. ഏയ്! ആരാ അവിടെ? ആരായാലും ഇവിടുന്ന് പൊക്കോ. അതാ നിനക്ക് നല്ലത്. നിനക്കിനി എന്നെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാരം കൽക്കി. വിഷ്ണു ബ്രോ, എന്താടാ നീ പേടിച്ചു പോയാ? മറ്റുള്ളവരുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടിപ്പിടിക്കുമ്പോൾ രസം ഇല്ല, സ്വന്തം തലയിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കുമ്പോ. അല്ലടാ? അല്ല, എന്നെ കൊല്ലരുത്. ഞാൻ പോലീസാ. പോലീസല്ല, മഹാരാജാവാണെങ്കിലും നിനക്ക് ജീവിക്കാനുള്ള യോഗ്യത ഇല്ല വിജയ. അശരണർക്കും രോഗികൾക്കും സ്ത്രീകൾക്കും നേരെ ആയുധം കൊടുക്കുന്നവൻ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെടുത്തിയവനാ. അവനോട് കരുണ കാട്ടേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാ? നാളെ നേരം പുലരുമ്പോ രാച്ചിയമ്മയുടെ വീട്ടിലും 3 ശവം. ഏറ്റുമുട്ടലിനെ ചെറുത്തു നിൽക്കുന്നതിനിടെ ഒരു പോലീസുകാരനും 2 തീവ്രവാദികളും മരിച്ചു. എപ്പടേ കഥ അങ്ങനെയായല്ലോ വിജയ? മഹസർ എഴുതാനോ FIR എഴുതാനോ നീ വരില്ല. ചത്തു ചീഞ്ഞ നിന്റെ ശവകുടീരത്തിന് മേലെ ധീരതയ്ക്കുള്ളൊരു മെഡലിരിക്കുന്നത് കണ്ട് നിന്റെ ആത്മാവിനങ്ങ് ആകാശത്തിരുന്നങ്ങ് സന്തോഷിക്കാം. അപ്പൊ എങ്ങനെയാ കാര്യപരിപാടികള്? അങ്ങ് പൊട്ടിച്ചേക്കട്ടാ. മാപ്പാക്കണം, ഒരബദ്ധം പറ്റിപ്പോയി. ആരാണെന്ന് പോലും അറിയാത്ത എന്റെ മുന്നിൽ കൈ കൂപ്പി ജീവന് വേണ്ടി കെഞ്ചണമെങ്കിലേ അതിനൊരു കാരണമുള്ളൂ വിജയ. എന്റെ കയ്യിലെ ഈ ആയുധം വെറുതെ വിട്ടാലും നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാടാ. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തേ? രോഹിത് മിസ്സായ കേസില് സംശയങ്ങളുടെ മുനകളെല്ലാം ഇപ്പൊ സുസ്മിതയ്ക്ക് നേരെയാ. ഇപ്പൊ അവള് പോലീസ് കസ്റ്റഡിയിലും. നാളെ നേരം പുലർന്ന പിന്നെ നുണപരിശോധനയാ. അതിൽ അവള് തോൽക്കൂന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ കേസ് കോടതിയിലേക്കും. ആ ഘട്ടത്തില്
രോഹിത് ജീവനോടുണ്ടെന്നറിഞ്ഞ ആ കേസ് ദുർബലമാവും. ഭർത്താവിനെ സ്നേഹം നടിച്ച് സൂയിസൈഡ് പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചവിട്ടി താഴെയിട്ട് കൊലപ്പെടുത്തിയ ഒരു ക്രിമിനലിന് കിട്ടേണ്ട ശിക്ഷ തന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോഴും തന്റെ ജീവൻ എടുക്കാനായിരുന്നല്ലോ അവളുടെ ശ്രമം. അവൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല. പക്ഷെ അതിനിടയില് എന്റെ ജീവിതം രോഹിത്തിന് വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. സുസ്മിത കുറെ നാള് നിയമത്തിന്റെ കണ്ണു കെട്ടിയതല്ലേ? അതേ നാണയത്തിന് നമ്മൾ തിരിച്ചടിക്കുന്നു. അത്രയേ ഉള്ളൂ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും നാള് ജീവിച്ചത് തന്നെ. ഇവിടെ ഒന്ന് പുറത്തിറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് രോഹിത്തിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാവും. രോഹിത് മടങ്ങിയെത്തിയ വിവരം മറ്റാരും അറിയാൻ പാടില്ല. അക്കാര്യത്തിൽ എനിക്ക് വാക്ക് തരണം. അപ്പൊ നമ്മൾ പുറപ്പെടല്ലേ? മോനെ, ഈ കാട്ടിലൂടെ അതും ഈ സമയത്ത് വിജയനെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് വനത്തിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് അറിയാൻ രാജ്യമേ. അതിനേക്കാൾ വലിയ അപകടമാ ഇവിടെ നിന്നാ. പോയേ പറ്റൂ. രാജ്യമേ, നിങ്ങൾ ചെയ്തുന്ന ഉപകാരങ്ങൾക്ക് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ 2 മക്കളുടെ ജീവിതം നിങ്ങൾ രക്ഷിച്ചത്. ഒരാളുടെ കണ്ണിന് വെളിച്ചം കൊടുത്തപ്പോ മറ്റൊരാളുടെ ജീവിതത്തിന് വിളക്കായി. രോഹിത്തിന്റെ പ്രാണൻ ഇത്രയും നാളും കാത്തുവെച്ചതിന് ഒരമ്മയുടെ മാത്രമല്ല, എന്റെ ഈ പ്രാർത്ഥന എന്നും നിങ്ങളുടെ തുണയായിട്ടുണ്ടാവും. തെറ്റ് ചെയ്ത സുസ്മിത ശിക്ഷിക്കപ്പെടണം രാജ്യമ്മേ. എന്റെ വിഷ്ണുമോന് ശാലിനി ശരിയാന്ന് എല്ലാരും തിരിച്ചറിയണം. അതിന് നിമിത്തമായത് നിങ്ങളാ. നാട്ടിലെ ശാരദാമ്മയെ പോലെ ഈ വനത്തില് ഒരു രാജ്യമ്മ. കുറച്ചു നാളത്തെ അടുപ്പമേ ഉള്ളെങ്കിലും നിങ്ങൾ എനിക്ക് ഒരു സഹോദരിയെ പോലെയാ ശാരദാമ്മേ. ഈ നല്ല മനസ്സ് ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നുണ്ട് ഞാൻ. നിങ്ങളെ പിരിയാൻ എനിക്കും വിഷമമുണ്ട്. വല്ലപ്പോഴൊക്കെ ഈ വഴി വരണം. വേറെ ആരും ഇല്ലാത്തവളാ ഞാൻ. അയ്യോ രാജ്യമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.